എന്റെ ഗീത. തത്വചിന്ത. രചന ദേവ്ദത്ത് പട്നായിക്. വിവർത്തനം KS വെങ്കിടാചലം. ശബ്ദം നൽകുന്നത് ശശ്മ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2020. എ DC ബുക്സ് പ്രൊഡക്ഷൻ. എന്തുകൊണ്ട് എന്റെ ഗീത? ഇതിഹാസകാവ്യമായ മഹാഭാരതത്തിന്റെ ഭാഗമാണ് ഭഗവദ്ഗീത, അല്ലെങ്കിൽ പൊതുവായി അറിയപ്പെടുന്ന ഗീത. പാണ്ഡവരും കൗരവരും തമ്മിൽ കുരുക്ഷേത്രത്തിൽ വെച്ച് നടന്ന യുദ്ധത്തെപ്പറ്റിയാണ് ആ ഇതിഹാസം വിവരിക്കുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് കൃഷ്ണൻ അർജുനന് നൽകുന്ന ഉപദേശങ്ങളാണ് ഗീതയിൽ. ഭഗവാനായിട്ടാണ് കൃഷ്ണനെ താദാത്മ്യം ചെയ്യുന്നത്. ഹിന്ദുത്വത്തിന്റെ ആധാരവേദങ്ങളിലെ സാരാംശമാണ് കൃഷ്ണന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഗീതയെന്ന രണ്ടക്ഷരത്തെ തിരിച്ചിട്ടാൽ ഗീതയുടെ സത്ത എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്ന് രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞിട്ടുണ്ട്. ത്യാഗി എന്നാൽ എല്ലാം ഉപേക്ഷിച്ചവൻ എന്നാണല്ലോ അർത്ഥം. ആ തലത്തിലേക്ക് ഗീത പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ പിന്നെ അതെങ്ങനെ എന്റെ ഗീതയാവും? വിരോധാഭാസമല്ലേ അത്? 3 കാരണങ്ങൾ കൊണ്ടാണ് എന്റേത് മാത്രം എന്ന ധ്വനിയുള്ള പ്രതിസഞ്ജയോടെ ഗീതയെ എന്റെ ഗീത എന്ന് ഞാൻ വിളിക്കുന്നത്, അല്ലെങ്കിൽ പറയുന്നത്. ഒന്നാമത്തെ കാരണം, എന്റെ ഗീത ഓരോ വിഷയത്തെയും പ്രത്യേകം പ്രതിപാദിക്കുന്നതാണ്. ആശയവിനിമയത്തിനുള്ള നൂതന സാങ്കേതിക വിദ്യകളെ, രീതികളെ ഗീത കാണിച്ചു തരുന്നു. 1-ാമത്തെ അധ്യായത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് അർജുനന്റെ പ്രശ്നമാണ്. പിന്നെ 2 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ അർജുനന്റെ പ്രശ്നങ്ങൾക്ക് കൃഷ്ണൻ ഉപദേശിക്കുന്ന പരിഹാരങ്ങളാണ്. എന്താണ് ഞാൻ അനാവരണം ചെയ്യാൻ പോകുന്നത്, പ്രത്യക്ഷമാക്കിത്തരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് 2-ാം അധ്യായം കൃഷ്ണൻ ആരംഭിക്കുന്നത്. എന്താണോ പറഞ്ഞു തരാമെന്ന് വാഗ്ദാനം ചെയ്തത് അത് വിസ്തരിക്കുകയാണ് പിന്നീട് കൃഷ്ണൻ 3 മുതൽ 17-ാം അധ്യായം വരെ. 18-ാം അധ്യായത്തിൽ അതുവരെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. പരിഹാരോപദേശങ്ങളിൽ വിശകലനങ്ങളും സംയോജനവുമുണ്ട്. അതായത്, താൻ പറയാൻ ഉദ്ദേശിക്കുന്നതിനെ കൃഷ്ണൻ ആദ്യം വിഭജിച്ചു പറയുന്നു, പിന്നീട് വിഭജിച്ചതിനെ കൂട്ടിച്ചേർത്ത് അവതരിപ്പിച്ച് പൂർണ്ണത വരുത്തുന്നു. കൃഷ്ണന്റെ ഉപദേശങ്ങളിൽ അനേക വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ പെരുമാറ്റരീതികൾ, അതായത് കർമ്മയോഗം, വൈകാരിത, അതായത് ഭക്തിയോഗം, മേധാശക്തി, അതായത് ജ്ഞാനയോഗം എന്നിവ നിറഞ്ഞു നിൽക്കുന്നു. ആരും തന്നെ ഒറ്റയിരിപ്പിൽ ഗീത വായിക്കാറില്ല, ശ്ലോകങ്ങൾ കേൾക്കാറില്ല. ഗുരു ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ശ്ലോകമെടുത്ത് വിസ്തരിക്കും, അല്ലെങ്കിൽ കുറച്ച് ശ്ലോകങ്ങളെടുത്ത് വിസ്തരിക്കും. ഇതാണ് പണ്ട് മുതൽക്കേ പിന്തുടരുന്ന ഒരു രീതി. ചിലപ്പോൾ ഒരു അധ്യായം മുഴുവൻ വിസ്തരിച്ചെന്നുമിരിക്കും. ഈ ആധുനിക കാലത്ത് അച്ചടിച്ചൊരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ തുടക്കം മുതൽ, അല്ലെങ്കിൽ ഓരോ അധ്യായമായി, അതുമല്ലെങ്കിൽ ഓരോ ശ്ലോകങ്ങളായി, അന്തിമമായ എന്ത് തീരുമാനത്തിലാണ് നമ്മൾ എത്തുന്നതെന്നറിയാനുള്ള വഴിയൊരുക്കുന്നത് ഒരൊറ്റ വായനയിലാണ്. അങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ നിരാശരാകും. കാരണം ഈ കാലഘട്ടത്തിലെ രീതിയിലല്ല ഗീതയുടെ ഘടന. വരിവരിയായി കൃത്യതയോടെ കാര്യകാരണങ്ങൾ നിരത്തിവെച്ച ഒന്നല്ല ഗീത. ചില ആശയങ്ങൾ പല അധ്യായങ്ങളിലായി ചിതറിക്കിടക്കുന്നു. പല ആശയങ്ങളും തുടർച്ചയായി ആവർത്തിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, വേദോപനിഷത്ത് സൂക്തങ്ങളും ആശയങ്ങളും മുൻകൂട്ടി ഉപദേശിക്കുകയോ സങ്കൽപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്. 13-ാം അധ്യായത്തിലെ 5-ാം ശ്ലോകത്തിൽ വേദാന്തസൂത്രം എന്നുകൂടി അറിയപ്പെടുന്ന, ബാദരായണൻ രചിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ബ്രഹ്മസൂക്തത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. വ്യാസൻ തന്നെയാണ് ബാദരായണൻ എന്നും കരുതുന്നവരുണ്ട്. മാത്രമല്ല, ഒരു വാക്കുതന്നെ പല ശ്ലോകങ്ങളിൽ വ്യത്യസ്ത അർത്ഥങ്ങൾ വരുന്ന വിധം ഉപയോഗിച്ചിട്ടുമുണ്ട്. ചിലപ്പോൾ വ്യത്യസ്ത വാക്കുകൾ ഒരേ ആശയം പ്രകടിപ്പിക്കാൻ തക്ക വിധത്തിലും. ഉദാഹരണത്തിന്, ആത്മാവ് എന്ന വാക്കെടുക്കാം. ചിലയിടങ്ങളിൽ ആത്മാവ് എന്ന വാക്ക്
Sample complete. Ready to continue?